ജർമ്മൻ കാർ മേക്കേഴ്സ് വമ്പന്മാരായ ഫോക്സ് വാഗന്റെ ഇന്ത്യൻ കമ്പനി സ്കോഡ ഫോക്സ് വാഗൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ ചില ഇൻട്രസ്റ്റിംഗ് ടാക്സ് കളികൾ നമുക്ക് കണ്ടാലോ. ഇന്ത്യൻ ഗവൺമെന്റ് $1.4 മില്യൺ മാസീവ് ടാക്സേഷൻ ആണ് സ്കോഡ ഫോക്സ് വാഗൺ ഗ്രൂപ്പിന് മേൽ ആരോപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 2024 ഇന്ത്യൻ ഗവൺമെന്റ് ഇത്തരമൊരു ടാക്സ് ഇവേഷൻ നോട്ടീസ് ഫോക്സ് വാഗൺ ഗ്രൂപ്പിന് അയക്കുന്നത്. ഫോറിൻ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അതിന് മുകളിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഫോറിൻ കാർസ് യൂഷ്വലി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ എൻറ്റയർ കാറിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് പാർട്സ് ആക്കി ഒന്നിച്ച് കയറ്റുമതി ചെയ്യും. എന്നിട്ട് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് റീഅസംബിൾ ചെയ്യും. ഇതിനെ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ്സ് അല്ലെങ്കിൽ CKD യൂണിറ്റ്സ് ആക്കി ഇമ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിന് നിലവിൽ 30 to 35% ഇമ്പോർട്ട് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആകുന്നത്. എന്നാൽ ടാക്സ് സേവ് ചെയ്യാൻ മറ്റൊരു വഴിയുണ്ട്, സ്പെയർ പാർട്സ്. CKD എന്ന ലേബലിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്പെയർ പാർട്സ് എന്ന ലേബലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് 5 to 15% മാത്രമായിരിക്കും ഇമ്പോർട്ട് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവുക. ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ സ്കോഡ ഫോക്സ് വാഗൺ ഗ്രൂപ്പ് CKD എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ പാർട്സ് ആയി ബ്രേക്ക് ഡൗൺ ചെയ്ത് പാർട്സ് എന്ന് ലേബൽ ചെയ്ത് പല ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് പല കണ്ടെയ്നേഴ്സിലായി പല ദിവസങ്ങളിലായി ഇന്ത്യയിൽ എത്തിച്ചു എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. ഇങ്ങനൊരു എൻറ്റയർ കാറിനെ മൾട്ടിപ്പിൾ പാർട്സ് ആയി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ച് 5 to 15% മാത്രം ടാക്സ് റേറ്റ് അടിച്ച് ഒരു $1.4 മില്യൺ ടാക്സ് ഇവേഷൻ നടത്തി എന്നാണ് ഗവൺമെന്റിന്റെ വാദം. എന്നാൽ ഫോക്സ് വാഗൺ ഈ ആരോപണങ്ങളെ എല്ലാം ശക്തമായി നിരസിച്ചെന്ന് മാത്രമല്ല, എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് ലീഗൽ ആയിട്ടാണ് തങ്ങൾ ഇമ്പോർട്ട് ചെയ്തത് എന്നാണ് അവർ വാദിക്കുന്നത്. ഇതിനെതിരെ അവർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ മുംബൈ ഹൈക്കോടതിയിൽ അവരൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വേൾഡ് വൈഡ് ആയി ഫോക്സ് വാഗൺ ഗ്രൂപ്പ് വലിയ തിരിച്ചടികൾ നേരിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. യൂറോപ്പിലെ കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സും ചൈനീസ് റൈവൽസ് എന്നുള്ള ടഫ് കോമ്പറ്റീഷനും എല്ലാം ഫോക്സ് വാഗൺ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇന്ത്യയിലും ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഫോക്സ് വാഗൺ ഗ്രൂപ്പ് നേരിടുന്നത്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്നുള്ള ഈ ഒരു ഹ്യൂജ് ടാക്സ് ഡിമാൻഡ് അടയ്ക്കേണ്ടി വന്നാൽ അത് ഫോക്സ് വാഗണിന്റെ ഇന്ത്യയിലെ നിലനിൽപ്പിന് തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയേക്കാം. മാത്രമല്ല, ഫോക്സ് വാഗൺ ഇന്ത്യയിൽ നടത്തുന്ന EV സെഗ്മെന്റിലെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിനും ഇത് ബാധിക്കാം. ഇന്ത്യയിലെ അധിക നികുതി ഭാരം മൂലം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് പിൻവലിയുന്നു എന്നൊരു ധാരണ പൊതുവെയുണ്ട്. ഇന്ത്യ ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി മാർക്കറ്റ് എന്നൊരു ധാരണ മാർക്കറ്റിന് ഇത് നൽകിയേക്കാം. ഇന്ത്യയിൽ ഇനി ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിനായി ഇത് ഫോളോ മൈ അക്കൗണ്ട്.